കക്കയിറച്ചി നല്ലതുപോലെ കഴുകി നീറ്റാക്കി വെള്ളമെല്ലാം വാരി കഴിഞ്ഞിട്ട് ഉണ്ടോ ഇതേപോലെ കഴുകിയെടുക്കണം. അതിനുശേഷം ഇത്രയും ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നല്ലതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചത് ഓരോന്നായിട്ടിടാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ, കുരുമുളക് പൊടി, ചതമുളക്, ആവശ്യത്തിന് ഉപ്പ്. മെയിനായിട്ടുള്ളത് തേങ്ങ ഇത്രയും ചേർക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി കൂട്ടണം. നന്നായി തിരുമ്മി ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുക കേട്ടോ, ഒത്തിരി വേണ്ട, കുറച്ച്. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ഒഴിച്ച് അത് കുറേശ്ശെ മുരിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർക്കണം. ഒന്നും കൂടി ഇളക്കി കൂട്ടിയിട്ട് വീണ്ടും അടച്ച് നല്ലതുപോലെ വേവിച്ച് മുരിച്ചെടുക്കാം. കുറച്ചും കൂടി എണ്ണ ഒഴിക്കണം കേട്ടോ. നമുക്ക് എന്തോരം എണ്ണ എടുക്കാവോ അത്ര ഒഴിച്ച് ഇത് ഇളക്കി കൂട്ടി വീണ്ടും വയ്ക്കുക. എന്നിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഓഫ് ചെയ്യണം. നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൂട്ടി ആവശ്യത്തിന് എണ്ണയും ഒഴിച്ച് നമുക്ക് മുരിച്ചെടുക്കാം. എങ്ങനെയുണ്ട്? ഇതേപോലെ മുരിച്ച് എല്ലാവരും എടുക്കണം കേട്ടോ. നമ്മുടെ കക്കയിറച്ചി റെഡിയായി കഴിഞ്ഞു.